ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോ. അപ്പോൾ എന്തായാലും നമുക്ക് ബോട്ടിൽ ആർട്ടിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ബോട്ടിൽ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കോട്ട് ജെസ്സ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജെസ്സ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിനി ബേസ് കോട്ട് ഒന്ന് കൊടുത്തെടുക്കണം. അതിപ്പോൾ ഞാനൊരു ബ്ലൂ തീമിലാണ് കൊടുത്തെടുത്തിട്ടുള്ളത്. ബ്ലൂവിൽ കുറച്ച് വൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഒക്കെ ആക്കി ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഇതേപോലത്തെ ഒരു പിക്ചർ എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പിക്ചർ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു ഗേളിൻ്റെ ആ ഒരു പോർഷൻ മാത്രം ഞാൻ ഇതേപോലെ ഒരു പേപ്പറിൽ വരച്ചിട്ട് അത് നമ്മുടെ ബോട്ടിലിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പെയിൻ്റ് ഒന്നും അത്ര നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല മഴയാണ്. പിന്നെ ഞാൻ ഫാനിൻ്റെയൊക്കെ അടുത്ത് വെച്ചിട്ടാണ് അതൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ വരച്ച സമയത്ത് പെയിൻറ്റ് പീലായി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത് പിന്നീട് നമുക്ക് ശരിയാക്കി എടുക്കാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാനൊരു ഫേസിനും കൈക്കൊക്കെ ആയിട്ട് നമ്മുടെ സ്കിൻ കളറൊക്കെ കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസിൽ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണും ചുണ്ടും ഒക്കെ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ കളേർഡ് ആയിട്ടുള്ള ക്ലേ ആണ്. അതില്ലെങ്കിൽ ഫോം ക്ലേ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ക്ലേയിൽ നമുക്ക് ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. അത് ഈ മഴക്കാലത്ത് പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവും. അതുകൊണ്ട് ഞാൻ ഇതേപോലെ കളേർഡ് ആയിട്ടുള്ള ക്ലേ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇതേപോലെ ഒരു അച്ച് പോലത്തെ സംഭവം ഉണ്ട്, നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലവർ പോലെ വന്നോളും. അപ്പോൾ എന്തായാലും കുറച്ചധികം ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കാം. ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലൊക്കെ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് നോക്കണം. ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറൊക്കെയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിമ്മായിരിക്കുന്ന രീതി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തപ്പോഴത്തേക്കും ഏകദേശം ലുക്ക് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു നെക്കിൻ്റെ പോർഷനിൽ ഒന്ന് ബ്ലാങ്ക് ആയിട്ട് ഇരുന്നതുകൊണ്ട് ഞാൻ അവിടെ ജൂട്ടിൻ്റെ ത്രെഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നു. ഇതുകൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫൈനൽ ലുക്ക് കണ്ടാലോ. ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നേരെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.